ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ന്യായവന്മാരുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 7ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 18ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വചനം വരെ നമുക്ക് ധ്യാനിപ്പാനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 19ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം നമ്മൾ ചിന്തത്തോടെ വരികയാണ്. 19ാം അധ്യായത്തിൽ ലേവനും ഒരു വെപ്പാട്ടി എന്നുള്ളതായ ആ ചരിത്രമാണ് വിവരിക്കുന്നത്. ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് വാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നൊരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദയിലെ ബേത്ലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി 4 മാസത്തോടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ട് അവളോട് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോട് കൂടെ ഒരു ബാലിക്കാരൻ 2 കഴുതയും ഉണ്ടായിരുന്നു. തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവനെ വരവെങ്കിൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവളോടുകൂടെ പാർത്തു. അവർ തിന്നു പിടിച്ചവിടെ രാപാർത്തു. 4ാം ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വലുതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്ന് 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയചെയ്ത് രാപാർത്ത് സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മായപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5ാം ദിവസം അവൻ പോകേണ്ടതിന് അധികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വലുതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാലിക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായപ്പൻ അവനോട്, ഇതാ നേരം അസ്തമിപ്പാറായി, ഈ രാത്രി താമസിക്കാൻ നേരം വൈകിയല്ലോ, രാപാർത്ത് സൂഹിക്കുക, നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അന്നും രാപാൽപ്പം മനസ്സിലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. യെരുശലേം എന്ന യെബൂസിന് സമീപമെത്തി. കോപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോട് കൊണ്ടുണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാലിക്കാരൻ യജമാനോട്, നാം ഈ യെബൂസ് നഗരത്തിൽ കയറി രാപാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. പിന്നെയും തൻ്റെ ബാല്യക്കാരനോട്, നമുക്ക് ഈ ഊരുക്കളിൽ ഒന്നിൽ ഗിബയിലോ രാമയിലോ രാപാർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി ബെന്യാം ദേശത്തിലെ ഗിബയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയിൽ രാപാർപ്പാൻ കയറി. അവൻ ചെന്ന് നഗരവീതിയിൽ ഇരുന്നു രാപാർക്കണതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമിൻ ആയിരുന്നു. വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞങ്ങൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു. ഞാൻ അവിടുത്തുകാരനാകുന്നു. ഞാൻ യഹൂദയിലെ ബേത്ലഹേമിനോളം പോയിരുന്നു. അപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുകയായിരുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട്. എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോട് കൂടെയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിന് വൃദ്ധൻ, നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും, വീതിയിൽ രാപാർക്കുക മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീനും കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സൂചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീതന്മാർ വീട് വളഞ്ഞു വാതിലിന് മുട്ടി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പറഞ്ഞു പുറത്തു കൊണ്ടുപോവാ, ഞങ്ങളവനെ ബോധിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, അരുതേ, എൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുത്. ഈ ആൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്, വഷളത്വം പ്രവർത്തിക്കരുത്. ഇതാ കന്യകയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടി ഇവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്യുവീൻ. ഇയാളോടോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവനെ കൂട്ടാക്കിയില്ല. ആക്കിയാൽ ആ പുരുഷൻ തൻ്റെ വെപ്പാട്ടിയെ പിടിച്ച് അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുക്കാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിൽ സ്ത്രീ വന്ന് തൻ്റെ യജമാനൻ പാർത്ത ആ പുരുഷൻ്റെ വീട്ടുവാതിക്കൽ വന്ന് വീണ് കിടന്നു. അവളെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വാതിക്കൽ തുറന്ന് തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിക്കൽ കൈ ഉമ്മരപ്പടിമേലായി വീണ് കിടക്കുന്നു. അവളോട്, എഴുന്നേൽക്ക, നാം പോകാം എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗഭംഗമായി എൻ്റെ വെപ്പാട്ടിയെ 12 ഗണ്ണമാക്കി വിഭാഗിച്ചു.
ഇസ്രായേലിൻ്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അതുകൊണ്ട് ഇവരെല്ലാവരും ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശം പുറപ്പെട്ട വന്ന നാൾ മുതൽ ഇതുവരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറയുവീനെന്ന് പറഞ്ഞു. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട ദാൻ മുതൽ ബേർശേബ വരെയും ഗിലെയാദ് ദേശത്തും ഉള്ള സഭയൊക്കെയും ഏകമനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിലെയും പ്രധാനികളും ആയുധപാണികളുമായ 4,00,000 കാലാളും ദൈവത്തിൻ്റെ ജനസംഘത്തിൽ നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമിൻ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചെന്ന് പറയുമെന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞത്, ഞാനും എൻ്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബിയിൽ വ്യാപാർപ്പാൻ ചെന്നു. എന്നാൽ ഗിബിയോനി നിവാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റ് രാത്രി എൻ്റെ നിമിത്തം വീട് വളഞ്ഞു. എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എൻ്റെ വെപ്പാട്ടി അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിലെ ദുഷ്കർമ്മവും ഭക്ഷണത്തും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വെപ്പാട്ടിയെ ഗണ്ണമാക്കി ഇസ്രായേലിൻ്റെ അവകാശദേശത്തേക്ക് കൊടുത്തയച്ചു. നിങ്ങളെല്ലാവരും ഇസ്രായേലല്ലോ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറയുവീൻ. അപ്പോൾ സർവ്വജനവുമായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തന്നെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും വരുത്. നാം ഇപ്പോൾ ഗിബെയോനോട് ചെയ്യേണ്ടുന്ന കാര്യമാവത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല ഭക്ഷണത്തിനും പകരം ജനം ഗിബെയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1,100 പേരെയും 10,000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേലിലൊക്കെയും ആ പട്ടണത്തിന് വിരോധമായ ഏകമനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത്? ഗിബെയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചിരുവീനെന്ന് പറയിച്ചു. ബെന്യാമിനോ ഇസ്രായേൽ മക്കളെ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ട് അനുസരിപ്പാൻ മനസ്സിലാതെ ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബിയോനിൽ വന്നുകൂടി. അന്ന് ഗിബിയോ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമിനിയർ 26,000 ആയുധപാണികളുണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിനെല്ലാം ഇടകയന്മാരായ 700 വിരുദ്ധന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിനു പോലും ഏറുപിഴയ്ക്കാത്ത കവണക്കാരായിരുന്നു. ബെന്യാമിന് ഒഴികെയുള്ള ഇസ്രായേലിയരോ 4,00,000 ആയുധപാണികളായിരുന്നു. അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബഥേലിലേക്ക് ചെന്നു. ബെന്യാമിനരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആര് മുമ്പായി ചൊല്ലേണ്ടെന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പായി ചൊല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബെയ്ക്ക് നേരെ പാളയമിറങ്ങി. ഇസ്രായേലിയർ ബെന്യാമിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഗിബെയിൽ അവരുടെ നേരെ അണിനിരുന്നു. ബെന്യാമിനരോ ഗിബെയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൽ 20,000 പേരെ തന്നെ വീഴിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. അവരെ നേരെ ചെലുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലരായ വളജനം ധൈര്യപ്പെട്ട് 1-ാം ദിവസം അണിനിരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്കണിഞ്ഞിരുന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസം ബെന്യാമിനോട് അടുത്തു. ബെന്യാമിൻ്റെ 2-ാം ദിവസം ഗിബെയിൽ നിന്ന് ഒരു നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ വീഴിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിന് നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹ്റോന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്നവർ ചോദിച്ചു. ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലർ ഗിബെയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെയാക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമിനരുടെ നേരെ പുറപ്പെട്ടു. മുമ്പിലത്തെ പോലെ ഗിബെയുടെ നേരെ പടയ്ക്ക് അണിനിരുന്നു. ബെന്യാമിനർ പടജനത്തിന് നേരെ പുറപ്പെട്ടു പട്ടണം വിട്ട് പുറത്തായി. ബഥേലിലേക്ക് വയലിൽ കൂടെ ഗിബെയിലേക്ക് പോകുന്ന 2 പെരുവഴികൾ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി. ഇസ്രായേലിൽ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോട്ടുകൊടുന്നു എന്ന് ബെന്യാമിനർ പറഞ്ഞു. ഇസ്രായേൽ മക്കളും നാം ഓടി അവരെ പട്ടണത്തിൽ പെരുവഴിയിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലൊക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിഞ്ഞിരുന്നു. ഇസ്രായേലരുടെ പതിയിരിപ്പുകാരും ഗിബെയരുടെ പുൽപ്പുറത്തും ഞങ്ങൾ ഇരുന്നിടത്തു നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബെയയുടെ നേരെ ചെന്നു. പട കഠിനമായി മുറുകിയെങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. യഹോവ ബെന്യാമിനരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമിനിൽ 25,100 പേരെ സംഹരിച്ചു. അവരെല്ലാവരും ആയുധപാണികളായിരുന്നു. ഇങ്ങനെ ബെന്യാമിന്യർ തങ്ങൾ തോറ്റുവെന്നും കണ്ട്, എന്നാൽ ഇസ്രായേലിയർ ഗിബെയിലേക്ക് ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നുകൊണ്ട് ബെന്യാമിനിയർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബെയിൽ പാഞ്ഞു കയറി. പതിയിരിപ്പുകാർ നീളെ നടന്ന് പട്ടണത്തൊക്കെയും വാളിൻ്റെ വയത്തിൽ സംഭരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായ ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന്
ഇസ്രായേലിൽ പതിരിപ്പുകാരമായി പറഞ്ഞുത്തിരുന്നു. ഇസ്രായേൽ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമിനെ ഇസ്രായേലരെ വെട്ടി തുടങ്ങി. ഏകദേശം 30 പേരെ കൊന്നു. മുൻ കഴിഞ്ഞ പടയിലെ പോലെ അവർ തങ്ങളുടെ നമ്മളെ തോട്ടുവിടുന്നെന്ന് അവർ പറഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ ബെന്യാമിനർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നു കണ്ടു. ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമിനർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചെന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. പട അവരെ പിന്തുടർന്നു. പട്ടണത്തിൽ നിന്നുള്ളവരെ അവർ അതിൻ്റെ മധ്യ വഹിച്ച് സംഹരിച്ചു. അവർ ബെന്യാമിനരെ വളഞ്ഞ് ഓടിച്ച് ഗിബയ്ക്കെതിരെ കിഴക്ക് ഒരു വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമിനരാൽ 18,000 പേർ പട്ടുപോയി. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ തിമോൻ പാറയ്ക്ക് ഓടി. അവർ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയായി പിടിച്ച് കൊന്നു. മറ്റുവരെ ഗിതാമോളം പിന്തുടർന്ന് അവരിലും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമിനിൽ ആകെ 25,000 ആയുധവാണികൾ അന്ന് പട്ടുപോയി. എല്ലാവരും പരാക്രമശാലികൾ തന്നെ. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ തിമോൻ പാറ വരെ ഓടി. അവിടെ 4 മാസം പാർത്തു. ഇസ്രായേലിയർ പിന്നെയും ബെന്യാമിനരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന് വയറ്റിൽ സംഭരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീവച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാമിന് ഭാര്യയെ കൊടുക്കരുത് എന്ന് ഇസ്രായേലിയർ മെസ്ബയിൽ വെച്ച് ശബ്ദം ചെയ്തിരുന്നു. ആകയാൽ ജനം ബേഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കോണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. പിറ്റന്നാൾ ജനം അധികാലത്തിൽ എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാം ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്പാൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഒരു ഉഗ്ര ശബ്ദം ചെയ്തിരുന്നു. ഇസ്രായേൽ മക്കളെ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനെക്കുറിച്ച് അനുദപിച്ച് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു, ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരെ കൊടുക്കരുത് എന്ന് നാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുകൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പായിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേസിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലെയാദിലെ യാബേസ് നിവാസികളിൽ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു. അപ്പോൾ സഭ പരാക്രമശാലികളായ 12,000 പേരെ അവിടേക്ക് അയച്ചു. അവർ കൽപ്പിച്ചത്, നിങ്ങൾ ചെന്ന് ഗിലെയാദിലെ യാബേസ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിൻ്റെ വായ്ത്തരിയാൽ കൊല്ലുവീൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇവണ്ണം: സകല പുരുഷന്മാരെയും പുരുഷരോടുകൂടി ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമ്മൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗിലെയാദിലെ യാബേസ് നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ച് പുരുഷ സംസർഗം ചെയ്തില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി. അവർ കനാൻദേശിലെ ശിലോഹുവിൽ പാളത്തിലേക്ക് കൊണ്ടുവന്നു. സർവ്വസഭയും റിമോൻ പാറയിൽ ബെന്യാമിനോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു. അപ്പോൾ ബെന്യാമിനർ മടങ്ങി വന്ന് ഗിലെയാദിലെ യബേസിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരിക്കുന്നവരെ അവർക്ക് കൊടുത്തു. അവർക്ക് അവരെ കൊണ്ട് തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ട് ജനം ബെന്യാമിനെക്കുറിച്ച് ദുഃഖിച്ചു. ശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ കിട്ടേണ്ടതിനെ നാം എന്ത് ചെയ്യേണ്ടു? ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ. സകല മൂപ്പന്മാർ പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമിനിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം. എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരെ കൊടുത്തുകൂടാ. ബെന്യാമിനർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഇസ്രായേൽ മക്കൾ ശബ്ദം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു. അപ്പോൾ അവർ ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശെഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബനോനിന് തെക്കും ശിലോവിൽ ദൂരം യഹോവയുടെ ഉത്സവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകയാൽ അവർ ബെന്യാമിനരോട്, നിങ്ങൾ ചെന്ന മുതിർത്തോട്ടങ്ങളിൽ പതിയിരിപ്പീൻ. ശിലോവിലെ കന്യകമാർ നിരന്തരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുതിർത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഓരോരുത്തരും ശിലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമിൻ ദേശത്തെ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവീൻ. നാം പടയിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ച് കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരാകുവീൻ. നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞു. കൊള്ളാം. ബെന്യാമിൻ്റെ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്ത സ്ത്രീകളെ അവരെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ച് തങ്ങളുടെ അവകാശത്തിലേക്ക് പണങ്ങി ചെന്നു. പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു. ഇസ്രായേൽ മക്കളും ആ കാലത്ത് അവിടം വിട്ട് ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ അവർ അവിടം വിട്ട് ഓരോരുത്തരും താന്താൻ്റെ അവകാശത്തിലേക്ക് ചെന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ന്യായന്മാരുടെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വരുമ്പോൾ കാണുന്നത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചു പോലെ നടന്നു. ദൈവമാണ് അവരെ രാജാവായിരുന്നത്. ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവമാണ് അവരെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. ദൈവമാണ് അവരെ സംരക്ഷിച്ചത്. എന്നാൽ പലപ്പോഴും അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതായ അനുഭവങ്ങൾ നമുക്ക്
ഈ പുസ്തകത്തിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവർ ദൈവത്തിൻ്റെ വിടുതൽ കണ്ടിട്ടും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടും ദൈവിക സംരക്ഷണം അനുഭവിച്ചിട്ടും പലപ്പോഴും അവർ ദൈവ പ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതിനാൽ അത് ദൈവത്തിന് അനിഷ്ടമാണ് ചെയ്തതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടായി. അവരെ ദൈവം ശത്രുക്കളിൽ ഏൽപ്പിച്ചത് ആ ചരിത്രം നമ്മൾ ഈ പുസ്തകത്തിലും കാണുന്നുണ്ട്. എന്നാൽ ശത്രുവിൻ്റെ പീഡ വർദ്ധിക്കും തോറും അവർ ദൈവത്തിൽ നിന്ന് നിലവിളിക്കുകയും ദൈവം അവരുടെ കരുണ കാണിച്ച് അവർക്ക് വേണ്ടി ഒരു ന്യായപാലകനെ എഴുന്നേൽപ്പിച്ച് ആ ന്യായപാലകൻ മുഖാന്തരമായി ആ ശത്രുവിൻ്റെ അധീനത ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച് മുന്നോട്ട് വരികയും കുറേ കാലം അവർ സ്വസ്ഥ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ന്യായപാലകൻ മരിച്ചു പോകുന്നു. ആ തലമുറയിലെ ആളുകൾ മാറിപ്പോകുന്നു. പിന്നീട് ജനം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. വീണ്ടും അവർ ശത്രുവിൻ്റെ അടിമത്തത്തിലാകുന്നു. വീണ്ടും അവർ നിലവിളിക്കുന്നു, ദൈവനെ വിടുവിക്കുന്നു. ഇങ്ങനെയുള്ള നടപടികളുടെ ഒരു ആവർത്തനമാണ് നമ്മൾ ന്യായവിധിയുടെ പുസ്തകത്തിൽ കാണുന്നത്. നമ്മൾ ഈ പാഠം പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മെ പരിശോധിക്കുവാനായിട്ട് നമുക്ക് ഈ പഠനം ഉപകാരപ്പെടേണ്ടതിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തിൻ്റെ വിടുതൽ കണ്ടവരാണ്, ദൈവിക കരുതൽ അനുഭവിക്കുന്നവരാണ്, ദൈവിക സംരക്ഷണം അനുഭവിക്കുന്നവരാണ്, ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവരാണ്. അതേസമയം തന്നെ നാം പലപ്പോഴും വാക്കുകളിലൂടെ ചിന്തകളിലൂടെ ദൈവിക പ്രമാണം വിട്ട് അകന്നു പോകുന്നവരാണ്. അങ്ങനെ നാം ദൈവ പ്രമാണം വിട്ട് അകന്നു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് നാം ദൈവത്തിൻ്റെ കോപത്തിന് പാത്രങ്ങളായി തീരുകയാണ്. അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ നാം പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ന്യായന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തെ വിട്ടു പോയപ്പോൾ അവർക്ക് എപ്രകാരമാണ് ദൈവം അവരെ ശിക്ഷിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് അപ്രകാരമുള്ള ഒരു കെടുതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മെയും ദൈവസേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ ദൈവത്തെ സേവിച്ച് ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിപ്പാനായി നമ്മെ ഒരുക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവരെയും ദൈവകൃപയിലേക്കും ദൈവിക അനുഗ്രഹങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ഒരുക്കവും നമ്മളുണ്ടാകട്ടെ. ഇവിടെ ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ അവർക്കുണ്ടായ കെടുതികളെ നമുക്ക് കണ്ടതാണ്. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മളെപ്രകാരമായിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ്. ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുത്ത് പാപങ്ങളെ ചോർന്ന് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് മനസ്സിൽ ജീവിക്കാൻ തീരുമാനമെടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വിനിയോഗിക്കാം. നിങ്ങളെ രക്ഷിപ്പാനും കർത്താവായ യേശു ക്രൂശിൽ മരിപ്പാനിടയായിത്തീർന്നത്. കൈകാലിന് തീരുമാനമെടുത്തവർ ശാന്തമായി ചിന്തിക്കേണ്ടത് ഈ ജനത കാണിക്കുന്നത് പോലെ കുറച്ചു കാലം ദൈവത്തിന് ഭയപ്പെട്ടു, പിന്നീട് ദൈവത്തെ ഭയമില്ലാതെയും പിന്നീട് സങ്കടം വരുമ്പോൾ കഷ്ടത വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം വിടുവിച്ച് കഴിയുമ്പോൾ പിന്നെയും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവമുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് ശാന്തമായി ചിന്തിക്കാം. ആ തലങ്ങളിലൊക്കെ ഒരു ക്രമീകരണം വരുന്നതിനായിട്ട് നമ്മൾ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ ന്യായവിധിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മെ ക്രമീകരിക്കുവാനും നമ്മെ തിരുത്തുവാനും നമ്മെ സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് ഈ സമയം വിനിയോഗിക്കാൻ. വിശേഷാൽ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിൽ നമ്മളായിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ
വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ കർത്താവിനെ സേവിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ന്യായന്മാരുടെ പുസ്തകം പഠിക്കുന്ന കൃപയ്ക്കായി അന്നേരങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പഠനത്തിൻ്റെ ആദ്യ സെക്ഷൻ മുതൽ ഇതുവരെയും അതിനും പഠിക്കാനായി ജനം കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് നന്ദി പറയുന്നു, ഇത് സ്തുതിക്കുന്നു. ഇവരെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ദൈവത്തോട് അടുത്ത് ജീവിപ്പാനുള്ള കൃപ എനിക്ക് നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ നിന്റെ നന്മ അനുഭവിച്ചവരാണ്, പക്ഷേ പലപ്പോഴും അവർ നിന്നെ വിട്ട് അകന്നു മാറിയതിനാൽ അവർ വീണ്ടും ദൈവകോപത്തിന് പാത്രങ്ങൾ തിരുന്ന വചനത്തിൽ വായിച്ചിട്ടുണ്ട്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് അനുദിനോടുകൂടി ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങളെല്ലാവർക്കും നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഈ സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരെയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സകല മുഖാന്തരങ്ങളും ദൈവം അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വചനം പഠിച്ചു എന്നുള്ളതിനുപരിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയമായും ഭൗമികമായും ശാരീരികമായും മാനസികമായിട്ടെല്ലാം അഭിവൃദ്ധി പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം സൂചന നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിലെ ഒരു പുതിയ വിഷയമായിട്ട് സന്ദീപാൻ നമുക്ക് അവസരം ഒരുക്കട്ടെ. എല്ലാവർക്കും ഒരു കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പഴയ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ പുതിയ യൂട്യൂബ് ചാനൽ കാണുന്നവർ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ 6 യൂട്യൂബ് ചാനലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒറ്റ ദിവസം തന്നെ 6 യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ 400ഓളം ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും റിക്കവറി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ. എന്നാൽ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള നാളുകളിലും ദൈവവചനം പഠിക്കുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും അത് മുഖാന്തരമായിട്ട് നേരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ സാധാരണ ഓർമ്മിപ്പിക്കാറുള്ള പോലെ വല്ലവിധേനയും കത്തുനദിയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വലിച്ചെടുത്ത് രക്ഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.